മഹാരാഷ്ട്രയിലെ അതിസമ്പന്നരായ രണ്ട് ബിസിനസ് കുടുംബങ്ങൾ തമ്മിൽ ഉറപ്പിച്ച ആഡംബര വിവാഹം ഒടുവിൽ ചെന്നവസാനിച്ചത് നാടിനെ നടുക്കിയ ക്രൂരമായ ഒരു കൊലപാതകത്തിലായിരുന്നു. പ്രതിശ്രുത വധുവും കാമുകനും ചേർന്ന് പൂനെയിലെ ലോഹാഗഡ് കോട്ടയിൽ വെച്ച് തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തിയ കേതൻ അഗർവാളിന്റെ കേസിൽ നെഞ്ചു തകരുന്ന വെളിപ്പെടുത്തലുമായി പിതാവ് വിശാൽ അഗർവാൾ രംഗത്ത്. തന്റെ മകനെ കൊലക്കത്തിക്ക് ഇരയാക്കിയ സിയ ഗോയലിന് ചേതൻ ചൗധരി എന്നൊരു കാമുകൻ ഉണ്ടായിരുന്ന കാര്യം പാവം കേതന് അറിയില്ലായിരുന്നുവെന്ന് പിതാവ് കണ്ണീരോടെ പറയുന്നു. പ്രതി സിയ ഗോയലിന് ചേതൻ ചൗധരിയുമായി ബന്ധമുണ്ടെന്ന് കേതൻ അഗർവാളിന് അറിയില്ലായിരുന്നു. ഫോൺ മണിക്കൂറുകളോളം തിരക്കിലായിരിക്കുമ്പോൾ എന്തോ പ്രശ്നം തോന്നിയിരുന്നുവെന്നും പിതാവ് വിശാൽ അഗർവാൾ പറയുന്നു. മഹാരാഷ്ട്രയിലെ പ്രമുഖ ബിസിനസ് കുടുംബങ്ങളായിരുന്നു സിയയുടെയും കേതന്റെയും. ഫെബ്രുവരിയിലായിരുന്നു വിവാഹ നിശ്ചയം. നവംബറിൽ ആഡംബരപൂർണമായ വിവാഹം ഉദയപൂരിൽ നടത്താനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കവെയാണ് ജൂൺ 18-ന് കേതൻ കൊല്ലപ്പെടുന്നത്. ആദ്യം അപകടമരണമാണെന്ന് കരുതിയിരുന്നുവെങ്കിലും പിന്നീട് കേതന്റെ സഹോദരിയുടെ സംശയം പോലീസ് അന്വേഷണത്തിലേക്ക് നയിക്കുകയായിരുന്നു. സിയയും കേതനും ചേർന്ന് പൂനെയിലെ ലോഹഗഡ് കോട്ടയിൽ വെച്ച് കേതനെ തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അവൾ സന്തോഷവതിയല്ലെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. മിക്ക ദിവസവും കേതനും സിയയും ഡിന്നറിന് ഒരുമിച്ച് പുറത്തു പോകുമായിരുന്നു. എൻ്റെ മകളെയും ഭാര്യയെയും വിളിക്കാറുണ്ടായിരുന്നു. സിയ ഒരിക്കലും എൻ്റെ മകനോട് ചേതനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. സിയയുടെ ഫോൺ എപ്പോഴും വെയിറ്റിംഗ് മോഡിൽ ആയിരിക്കുമെന്ന് അവൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു. അവളുടെ ഫോൺ എപ്പോഴും തിരക്കിലായിരുന്നു, കേതന്റെ പിതാവ് വിശദീകരിക്കുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം കൂട്ടുകാരികളുമായി സംസാരിക്കുന്നു എന്നാണ് സിയ പറഞ്ഞത്. സിയ തന്റെ കാമുകനോടൊപ്പമുള്ള ഫോട്ടോ ഞങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതെങ്കിലും അജ്ഞാത നമ്പറിൽ നിന്നും അയച്ചിരുന്നുവെങ്കിൽ വിവാഹം റദ്ദാക്കുമായിരുന്നു. അവൾക്ക് ആരോടെങ്കിലും ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ആരോടെങ്കിലും പറയാമായിരുന്നു. ഫോട്ടോകൾ വാട്സപ്പിൽ ഞങ്ങൾക്ക് അയച്ചു തരാമായിരുന്നു. ഞങ്ങൾ വിവാഹം വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു. കേതനെ വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾ അവളെ നിർബന്ധിച്ചിരുന്നില്ല, വിശാൽ വ്യക്തമാക്കി. സിയയുടെ മാതാപിതാക്കൾക്കും അമ്മായിക്കും ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും കേതനെ വിവാഹം കഴിക്കാൻ സിയയെ സമ്മർദ്ദത്തിലാക്കിയെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ കൊലപാതകം അപകടമായി ചിത്രീകരിക്കുന്നതിൽ സിയ വിജയിച്ചിരുന്നു. എന്നാൽ കേതന്റെ സഹോദരി സഞ്ജനയുടെ തുടർച്ചയായ ചോദ്യങ്ങളിൽ അടിപതറി. പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ സിയയ്ക്ക് സാധിച്ചില്ല. തന്റെ മകനെ കൊലപ്പെടുത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്നും വിശാൽ അഗർവാൾ ആവശ്യപ്പെട്ടു. തുടർന്ന് സഹോദരി പോലീസിൽ നൽകിയ പരാതിയിലാണ് കേസിന്റെ ചുരുളഴിയുന്നതും ലോഹഗഡ് കോട്ടയിലെ ആ കൊടും ക്രൂരത പുറം ലോകം അറിയുന്നതും. തന്റെ മകന്റെ ജീവനെടുത്ത സിയയ്ക്കും കാമുകൻ ചേതൻ ചൗധരിക്കും നിയമം നൽകുന്ന ഏറ്റവും കടുത്ത ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നതാണ് ഈ തകർന്ന കുടുംബത്തിന്റെ ഒരേ ഒരു ആവശ്യം.